സോഷ്യൽ മീഡിയയിലെ പുതിയ ക്യൂട്ട്നെസ് സ്റ്റാർ ആണ് ആവ് എന്ന സ്വർണ്ണ കടുവ. മോഡൻ ഹിപ്പോയുടെയും പെസ്റ്റോ പെൻഗിന്റെയും പാത പിന്തുടർന്ന ക്യൂട്ട്നെസ് കൊണ്ട് ഏവരുടെയും മനം കീഴടക്കുകയാണ് അവ. തായ്ലൻഡിലുള്ള ചിയാങ് മായ് നൈറ്റ് സഫാരി പാർക്കിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ സ്വർണ്ണ കടുവ. 3 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകടുവയുടെ ചിത്രങ്ങൾ നവംബർ 19-ന് സഫാരി പാർക്ക് അധികൃതർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് ചിത്രങ്ങൾ വൈറലായത്. ഇതോടെ ദിവസങ്ങൾക്കുള്ളിൽ നിരവധി ലൈക്കുകളാണ് ചിത്രങ്ങൾക്ക് ലഭിച്ചത്. ആവയുടെ ചിത്രങ്ങൾക്ക് രസകരമായ നിരവധി കമന്റുകളാണ് ലഭിക്കുന്നത്. അഴകുള്ള മുഖമെന്നും ദിവസവും 10 തവണ കുളിക്കാറുണ്ടെന്ന് കണ്ടാൽ തോന്നുന്നുവെന്നും ഫേസ്ബുക്ക് ഉപയോക്താക്കൾ കമന്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ആവയുടെ സഹോദരി ലൂണയുടെ ചിത്രങ്ങളും പാർക്ക് അധികൃതർ പുറത്തുവിട്ടിരുന്നു. 2021 ഫെബ്രുവരി 16-നാണ് ആവയും ലൂണയും ജനിച്ചത്. 2015-ൽ ചെക്ക് റിപ്പബ്ലിക്, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് ലൂണയുടെയും ആവയുടെയും മാതാപിതാക്കളെ സഫാരി പാർക്കിൽ എത്തിച്ചത്. ചിയാങ് മായ് നൈറ്റ് സഫാരിയിൽ ആവയും സഹോദരി ലൂണയും വളരെ ജനപ്രിയരാണ്. ഈ അപൂർവ ഇനം കടുവകളെ കാണാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുമുണ്ട്. ബംഗാൾ കടുവയുടെ വർണ്ണ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന വകഭേദമാണ് സ്വർണ്ണ കടുവ. വെള്ള കടുവ, കറുത്ത കടുവ എന്നിവയെ പോലെ ജനിതക വൈകല്യത്തെ തുടർന്നാണ് സ്വർണ്ണ കടുവകൾ ഉണ്ടാകുന്നത്. നിലവിൽ 100-ൽ താഴെ സ്വർണ്ണ കടുവകൾ മാത്രമാണ് ലോകത്താകമാനം ഉള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിയാങ് മായ് നൈറ്റ് സഫാരി പാർക്കിൽ എത്തുന്ന സന്ദർശകരോട് വളരെയധികം സൗഹൃദപരമായാണ് അവ പെരുമാറുന്നത് എന്നാണ് അധികൃതർ പറയുന്നത്. ടൈഗർ വേൾഡ് ഏരിയയിൽ ദിവസവും രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഇവരെ കാണാൻ സാധിക്കും. ടൈഗർ വേൾഡ് ഏരിയ ഒരു പ്രിയപ്പെട്ട സ്ഥലമാണ് എല്ലാവർക്കും. ആവയുടെയും ലൂണയുടെയും ചിത്രങ്ങൾ വൈറലായതോടെ പാർക്കിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും ഇതിനോടകം വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് സെപ്റ്റംബർ മുതൽ കിഴക്കൻ തായ്ലാൻഡിലെ ചോൻബുരിയിലെ ഖാവോ കിയോ ഓപ്പൺ മൃഗശാലയിലെ മൂഡങ് എന്ന കുഞ്ഞു പിഗ്മി ഹിപ്പോ ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ആവയെ പോലുള്ള സ്വർണ്ണ കടുവകൾ കാണാൻ മനോഹരമാണെങ്കിലും കടുവകളുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള സുപ്രധാന ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ജനിതക മാറ്റം പ്രത്യുൽപാദനത്തിന്റെ ഫലമായിരിക്കാമെന്നാണ് ചില വിദഗ്ധർ ആശങ്കപ്പെടുന്നത്.